ശരിക്കും പറയണോടെ, നിനക്ക് വണ്ടിപ്പണി അറിയാമോ? ഏടാ, വണ്ടിപ്പണി അറിയാൻ തൊട്ടല്ലോ തിരുവനന്തപുരം മുതൽ കൊടങ്ങാവുള്ള എത്രയോ വർഷം ഈ ഷോറൂമിൽ ഞാൻ പണി ചെയ്തേക്കുന്നു. പക്ഷെ ഈ പണി ചെയ്ത ആൾക്കാരൊക്കെ നിന്നെ ചീത്ത വിളിക്കാൻ വരുന്നത് എന്താ പിന്നെ? അത് ഡീലിങ്, അതായത് എന്റെ ഡീലിങ് അവരുടെ ഡീലിങ് തമ്മിൽ ചേരാതെ വരുമ്പോഴത്തേന് നമ്മൾ ഒരുപാട് നാൾ ഒരുപാടെടുത്ത് അടിമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിമായിട്ട് നിന്നിട്ടുള്ള ഇവിടെ എന്താ നിങ്ങളോടുള്ള സ്നേഹം. അയ്യോ, ആ സ്നേഹം ഞാൻ വേണ്ടാന്ന് വെക്കും. നിന്നെ അടിമയായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല, നീ വീട്ടിൽ പോക്കോ. അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അടിമയായി പോയില്ലേ? എന്റെ മക്കളൊരു കാര്യം ചെയ്യോടാ, ഓർഡർ ചെയ്താലും അടിമയല്ലേ. അത് കേട്ടോ, അത് പിന്നെ ചെയ്താൽ മതി. നീ വന്നേ, ഈ മുളകൊന്ന് തിരിഞ്ഞു തരാവോ? എന്നിട്ട് അവിടെ കൈ നീറി ഉച്ചക്ക് കഴിക്കാൻ പറ്റത്തില്ല. കൈ നീറി കഴിഞ്ഞാൽ ആഹാരം പൊടിയുണ്ടടാ റൊണാൾഡെ. വേണ്ട, കൈയൊന്നും നീറില്ല, വെളിച്ചെണ്ണ വെച്ചാൽ മതി. ഇപ്പം എൻ്റെ കൈ നീറൂല്ലേ? അത് കൊള്ളാം. ഞാനൊരു പുരുഷനാണ്. ഹേ, ആണുങ്ങൾ ചെയ്യുന്ന പണിയാണോ മുളകിന്റെ കഥപ്പെടുക്കുക എന്നുള്ളത്? അത് നിങ്ങൾ പെണ്ണുങ്ങളുടെ മാത്രം കുത്തകയാണ്. പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞാനൊരു പായ എടുത്തിട്ട് വരട്ടെ ഇത് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പേ ഈ വാതുക്കയിൽ അകം തുടച്ച വെള്ളം ഒരു ബക്കറ്റിൽ ഇരിപ്പുണ്ട്, കൊള്ളില്ലാത്ത വെള്ളം. അതൊന്നും എടുത്തൊന്ന് കളഞ്ഞെങ്കിൽ എനിക്ക് തൂക്കിയെടുക്കാൻ പറ്റണില്ലടാ, കൈവേദന എടുക്കുന്നു. ഒന്നുമില്ലല്ലോ, എനിക്ക് രുചികരമായ പോഷകാഹാരങ്ങൾ ചെയ്തു തരുന്ന കൈകളല്ലേ. ഈ കൈകൾക്ക് എന്തെങ്കിലും കുഴപ്പമെന്നാൽ ഞാൻ പട്ടിണിയാണ്, ചെയ്യാം. അത് കേൾക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്നേഹം കൊണ്ട് പറഞ്ഞല്ലെന്നറിയാം. പിന്നെ അതെങ്കിലും വാഗോണ്ട് പറഞ്ഞല്ലോ, ഒരുപാട് സന്തോഷം. ക്ലീറ്റോ എങ്ങാനും ആയിരിക്കണം. ക്ലീറ്റോ കൈവേദന ആ വെള്ളം എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് പോയി കളയാൻ പറയും. അത്ര മാന്യനാണ്. അത് മാന്യത സൂക്ഷിക്കുന്നേ, അല്ലാതെ ഇവിടെ പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വഴക്കൊഴിയാനേ നേരം കാണത്തില്ല. അയ്യോ, വഴക്കില്ലാത്ത വീടാണിത്. പ്രത്യേകിച്ച് നീയും നിന്റെ മച്ചമ്പിമാരും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വഴക്കേ ഉണ്ടാവൂല. ഞങ്ങൾ കൊടങ്ങാള ഫാമിലിക്കാർ പൊതുവെ സമാധാന പ്രിയരാണ് സുഹൃത്തേ. അതെടുത്ത് കളയാൻ മറക്കരുത്. പിന്നെ വെള്ളം കളഞ്ഞിട്ട് ആ വഴി പോവരുത്. ഇല്ല, പാ നിവർത്തിട്ട് മുളക് കതുപ്പെടുത്ത് ഉണക്കാനിടണം. ഞാനും വരാം, നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട. ജോലികൾ ചെയ്തു മടുത്തു ഞാൻ. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്ത് എനിക്ക് ഇവിടെ ഇരുന്നൂടെ? അല്ല, എന്നിട്ട് അപ്പുറത്തെ ഞങ്ങളുടെ ചർച്ചയ്ക്കകത്തൊന്ന് പങ്കാളിയാവാൻ എന്തായിരുന്നു? പിന്നെ നിന്റെയൊക്കെ ചർച്ചയിൽ പങ്കുണ്ട്, വെച്ചാലും മതി. തങ്കച്ചേട്ടത് എപ്പുറത്തുണ്ട്? എനിക്കൊരു തങ്കത്തിനെയും കാണണ്ട, ഒരു കിങ്കത്തിനെയും കാണണ്ട. പ്രശ്നമുണ്ടല്ലോ, കൊണ്ടക്കറെടുത്ത് ഉമ്മനിരിക്കുന്നു. നിനക്ക് കണ്ണുകൊണ്ടൂടെ? നിനക്ക് കണ്ണുകൊണ്ടൂടെ? അവിടെ വെച്ചല്ലേ ഞാൻ ഈ മുളക് ശരിയാക്കിയത് അല്ലേ? അത് ഇവിടെ തന്നെ വെക്കാതെ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ആയിരുന്നു, ഇപ്പൊ വെള്ളം വീടുമായിരുന്നു. ആരെങ്കിലും മുളക് ഉണക്കുന്നത് നിങ്ങൾ പൊക്കത്തിൽ എവിടെയും വെച്ചൂടായിരുന്നു. ഞാൻ കണ്ടു. അതുകൊണ്ടാണോടോ നീ ചെയ്തത്? അതുകൊണ്ടാണോടോ നീ ചെയ്തത്? എന്തോരം മുളകാണ് നശിഞ്ഞു പോയത്? സുഹൃത്തെ, മുളക് കഴുകി ഉണക്കി പൊടിച്ചാൽ നല്ല പൗഡർ പോലുള്ള മുളക് പൊടിക്കും. ആണല്ലോ. ഇവിടുന്ന് കാല് നിലത്ത് ചവിട്ടി പുറകു പോവുക. അവിടെ ഒരു വലിയ പാത്രം ഇരിപ്പുണ്ട്. ഈ മുളക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പായിട്ട് ഉണക്കി ഇന്ന് വൈകുന്നേരത്തിനകം എനിക്ക് തന്നേക്കണം, അല്ലെങ്കിൽ എന്റെ വിധം മാറും. ഇന്നാ? ചെല്ലടാ. അല്ല പിന്നെ നിന്റെ കണ്ണെന്താ പൊട്ടിയിരിക്കുവാണോ? അവൻ കണ്ടത് അവിടെ മുളക് ഇരിക്കുന്നത്. നിനക്ക് മൊലിച്ചു കീറി ഏതെങ്കിലും മരത്തേലിട്ട് ഉണക്കണം, അതാ വേണ്ടത്.